ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു സീരീസ് റിലീസ്. നമ്മളിപ്പോൾ അടുത്തായി ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു സുയൽ ദി വോട്ടറെക്സ് എന്ന് പറയുന്നത്. സീസൺ 2 ആണ്. അപ്പം ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ കണ്ടിട്ട് ശേഷമാണ് സീസൺ 2ലേക്ക് കടന്നത്. അപ്പോൾ രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പ്രധാനമായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വരുന്ന കേസ് എങ്ങനെയാണ് മറികടക്കുക കാര്യങ്ങളൊക്കെ കണ്ടിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. കദീർ അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് തുടങ്ങിയവർക്ക് പ്രധാനമായും കാശിങ്ങായി വന്നിട്ട് രണ്ടിൽ നോക്കിയാലും സെക്കൻഡ് സീസണിൽ നോക്കി കഴിഞ്ഞാൽ അവരെ കൂടാതെ ഗൗരി കിഷൻ, ലാലെ, മഞ്ജിമ മോഹൻ തുടങ്ങിയ പ്രധാനമായും കാശിങ്ങായി വന്നിട്ടുണ്ട്. ഒരു 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 വ്യക്തിയുടെ മരണവും അതുമായി ബന്ധപ്പെട്ടുള്ള കഥയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. സക്രിയ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അങ്കിൾ മരണപ്പെടുന്നു. അപ്പോൾ അതിന് വ്യത്യസ്തമായതിൽ പിന്നിൽ ആരാണ് അല്ലെങ്കിൽ എന്തായിരിക്കാം ആ പ്രതിയുടെ മോട്ടീവ് എന്ന കാര്യങ്ങളൊക്കെയാണ് കഥ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ടോട്ടലി 2 സീസണിൽ 16 എപ്പിസോഡാണ് ഉള്ളത്. അതായത് ഒരു സീസണിൽ 8 എപ്പിസോഡാണ് ഉള്ളത്. ആ തിരിച്ച് സെക്കൻഡ് അപ്ലോഡ് വരുമ്പോൾ ഏകദേശം ഒരു എന്താ പറയുക സെക്കൻഡ് സീസണിൽ 47-45 മിനിറ്റാണ് അവരുടെ ഡ്യൂറേഷൻ ഉള്ളൂ. ഇത് തമിഴ് കൂടാതെ മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷയിൽ ലഭ്യമാണ്. സുയലിനെ കുറിച്ച് വ്യക്തമായിട്ട് എന്താ പറയുക ബാനർ സ്കോറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സാം CS ആണ് മ്യൂസിക്. അദ്ദേഹത്തിന് എന്താ പറയുക പറ്റുന്ന രീതിയിലെല്ലാം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വർക്ക് ശ്രമിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇതിൻ്റെ 5-6 എപ്പിസോഡ് അതിലോട്ട് കടക്കുമ്പോഴുള്ള ചില ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പുതിയ രൂപമാറ്റം, പുതിയ വ്യക്തികളുടെ പ്രകടനം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഭാഗങ്ങളൊക്കെ വർക്കൗട്ട് ആവാൻ ശ്രമിച്ചു. അതായത് ഈ ഒരു നമ്മൾ സ്റ്റോറിലോട് നോക്കുമ്പോൾ ഒരു കൊലപാതകം, ആ കൊലപാതകം നടത്തിയത് ആരാണല്ല ആ വ്യക്തി കീഴടങ്ങുന്നു. അത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് നടത്തിയുള്ള വ്യക്തി പോലീസ് പിടിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ലോക്കായത് ആ വ്യക്തിയല്ല എന്ന് പോലീസിന് തോന്നുന്നു. പക്ഷേ പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ കേസ് ഏറ്റെടുക്കാൻ വേണ്ടി ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഒരേപോലത്തെ കഥ തന്നെ പറഞ്ഞു പോകുന്നു. അപ്പോൾ എന്തായിരിക്കും അതിനുള്ള മോട്ടീവായിട്ട് കാരണം? പക്ഷേ മരണപ്പെട്ട വ്യക്തി ഒരു എന്താ പറയുക മോശപ്പെട്ട വ്യക്തിയാണോ എന്ന് നമ്മൾ പോലും ചിന്തിച്ചു പോകും. അതങ്ങനെയാണോ അല്ലേ എന്നൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായ ചിന്താഗതി അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ തിയറി, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ എങ്ങനെയായിരിക്കും മാറ്റി എഴുതുക, അതൊക്കെ കഥ മുന്നോട്ട് പോകുന്നതാണ്. കദീറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം എസ്പെഷ്യലി ഞാൻ അദ്ദേഹത്തിൻ്റെ പടങ്ങളൊന്നും കാണാറില്ല. എനിക്ക് തോന്നുന്നു അവസാനമായി ബിഗൈലിലൊക്കെ ചെറിയ സ്പേസ് കൊടുത്തുള്ള വ്യക്തിയാണ്. അങ്ങനെ ലീഡർ റോൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. എങ്കിൽ പോലും ഇതിൽ കൊടുത്തിട്ടുള്ള സക്രിയ എന്ന് പറയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥാപാത്രം അദ്ദേഹത്തിന് പറ്റാത്ത രീതിയിലൊക്കെ വർക്കൗട്ട് ആവാൻ സാധിച്ചിട്ടുണ്ട്. വലിയ മാസ്റ്റർ സ്റ്റൈലൊക്കെ ഇല്ലാതെ ഒരു സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് കേസ് അന്വേഷിക്കുക ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഐശ്വര്യ രാജേഷും തനിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ പ്രകടനങ്ങളെല്ലാം കാഴ്ചവെച്ച് ബാക്കി ഓരോ വ്യക്തികളും എടുത്തു പറയേണ്ട ഗൗരി കൃഷ്ണൻ എന്ന് പറയുന്ന നടിയുടെ പ്രകടനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം അവർക്ക് കൊണ്ട് പറ്റാവുന്നത് നമുക്ക് ചിന്തിച്ച് പോകുന്ന ഒരു പ്രകടനമായിരുന്നു. എക്സ്പെഷ്യലി ഡാൻസും അതുപോലെ തന്നെ എന്താ പറയുക ഒരു രൂപം, ഇതിൽ ഒരു രൂപം കെട്ടി ഒരു ആട്ടം ആടുന്നുണ്ട്, ഞെട്ടിച്ച് കളി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അവർ മാത്രമല്ല അവരെ കൂടെ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരെല്ലാം ഗംഭീരമായി തന്നെയാണ് ആ നൃത്തം കാരണവച്ചിട്ട് അതിനോട് വരുന്ന ഒരു സാം CS-ൻ്റെ മ്യൂസിക്കും കൂടി ആകുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു കഥ മുന്നോട്ട് പോകുന്നുണ്ട്. അത് നല്ല പശ്ചാത്തലത്തിലുമായിട്ട് എന്താ പറയുക ഒരു തീർച്ചയായിട്ടും ചിന്തിക്കുമ്പോൾ നല്ല സമയം എനിക്ക് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ചിത്രീകരണമായിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ. ഇതിന് നേരെ ക്ലൈമാക്സ് വരുമ്പോൾ നമ്മൾ സ്ഥിരം കണ്ടു മറന്നിട്ടുള്ള ഒരു പാറ്റേണായി പോയി. അവിടെ എനിക്ക് തീർച്ചയായിട്ടും ഒട്ടും തന്നെ അത് യോജിപ്പായി തോന്നിയില്ല. കാരണം നമ്മൾ തമിഴ് സിനിമകളാണ്, മലയാളത്തിലാണെങ്കിലും അല്ലാതെ നോക്കുമ്പോൾ അവസാനം നന്മ വാരി വിതറുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ മോട്ടീവ് എന്തായിരിക്കും നോക്കുമ്പോൾ സ്ഥിരമായി ബന്ധപ്പെട്ട ഈ കഥാപാത്രങ്ങളുടെ ഈ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നു, അവരനുഭവിച്ച ദുരിതങ്ങളോട്ട് പോകുന്നുണ്ട്. അത് തന്നെയാണ് സാധാരണ ഒരു പടത്തിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടി അതിലേക്ക് കൊല ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ള ചിന്താഗതി അത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് യാതൊരു മാറ്റമില്ല. ഒരു രക്ഷകൻ കഥാപാത്രമൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിൽ ക്ലൈമാക്സ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത 2 വ്യക്തികളായിരിക്കാം വില്ലൻ തിരിച്ച് ഞെട്ടിച്ച് കളഞ്ഞു. ആ ഭാഗം ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പക്ഷേ അതിനോടുള്ള ഒരു മോട്ടീവാണ് ഒട്ടും തന്നെ കൺവിൻസിങ് ആവാതെ യോജിക്ക് പോവാതെ എനിക്ക് താല്പര്യപ്പെട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെന്തായാലും ഒരു തവണ സമയം ഉള്ളവർക്ക് കണ്ടു നോക്കാവുന്ന ഒരു വെബ് സീരീസ് തന്നെയാണ് സുയൽ ദി വോട്ടറെക്സ് എന്ന് പറയുന്ന സീരീസ്. നമ്മുടെ പ്രൈമിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഇവിടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതായിരിക്കും ബൈ.